നമസ്കാരം. ആഗോളതലത്തിൽ തന്നെ മാർക്കറ്റുകളെ അമ്പരപ്പിക്കുന്ന ഒരു വിലക്കയറ്റമാണ് സ്വർണ്ണ വിപണിയിൽ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ സർവകാല റെക്കോർഡ് എന്നൊക്കെ പറയുന്നത് ഒരു ക്ലീഷേ പ്രയോഗം ആയിരിക്കുന്നു. കാരണം എല്ലാ ദിവസവും അന്താരാഷ്ട്ര തലത്തിലും ഇന്ത്യൻ വിപണിയിലും റെക്കോർഡുകൾ തുടർച്ചയായി ഭേദിച്ചുകൊണ്ട് സ്വർണ്ണവില കുതിക്കുകയാണ്. നമ്മൾ ഇന്ന് ഏപ്രിൽ 10-ാം തീയതിയിലെ കണക്ക് നോക്കുമ്പോൾ, നമ്മൾ മാർക്കറ്റൊന്ന് നോക്കുമ്പോൾ, ഒരു പവൻ സ്വർണത്തിൻ്റെ വില 52,880 രൂപയാണ്. ഒരു ഗ്രാമിൻ്റെ വില 6,610 രൂപയും. ഒരു പവൻ്റെ ആഭരണം വാങ്ങുന്നതിന് നികുതിയും പണിക്കൂലിയും എല്ലാം ഉൾപ്പെടെ വലിയൊരു ഉയർന്ന തുകയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. 1,00,000 രൂപയുണ്ടെങ്കിൽ നമുക്ക് 2 പവൻ ആഭരണം വാങ്ങി വീട്ടിൽ പോകാൻ കഴിയുന്നൊരു സ്ഥിതി ഇല്ല എന്നുള്ള അവസ്ഥയുണ്ട്. അതുകൊണ്ട് ഇത് എല്ലാവരെ സംബന്ധിച്ചിടത്തോളം വളരെ താല്പര്യമുണർത്തുന്ന ഒരു കാര്യമാണ് സ്വർണത്തിൻ്റെ വിലയിലെ അത്യപൂർവമായിട്ടുള്ള ഈ മുന്നേറ്റം എന്ന് പറയുന്നത്. നമുക്ക് ചില കണക്കുകളൊന്ന് നോക്കാം. ഈ സ്വർണ്ണ വിപണിയുടെ ഒരു കഴിഞ്ഞ കാലങ്ങളിലുണ്ടായിട്ടുള്ള വിലയുടെ ചില കണക്കുകൾ നോക്കാം. 2023 ഏപ്രിൽ മാസത്തിൽ ഒരു പവൻ്റെ വില 43,760 രൂപയായിരുന്നു. അത് 2014 ഏപ്രിൽ എടുക്കുമ്പോൾ 22,400 രൂപയായിരുന്നു. വീണ്ടും ഒരു 10 വർഷം മുമ്പ് 2004 വില 4,448 രൂപയാണ്. 1994 ഒരു പവൻ്റെ വില 3,432 രൂപയാണ്. 1984 1,568 രൂപ കൊടുത്താൽ ഒരു പവൻ ലഭിക്കുമായിരുന്നു. 1974 വില കേവലം 396 രൂപ മാത്രമായിരുന്നു. ഇത് തന്നെ 1970 160 രൂപ മാത്രമായിരുന്നു ഒരു പവൻ്റെ വില എന്ന് പറയുന്നത്. അപ്പോൾ 70കളിലും അതിനുശേഷം 80കളിലും ഒക്കെ ഉണ്ടായിട്ടുള്ള പെട്ടെന്നുള്ളൊരു മുന്നേറ്റം വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. നമുക്ക് 1974 അപേക്ഷിച്ച് ഇന്നത്തെ വില എടുക്കുമ്പോൾ 132 ഇരട്ടി ആണ് വില വർദ്ധിച്ചിരിക്കുന്നത്. അത്യപൂർവമായിട്ടുള്ളൊരു വിലക്കയറ്റം മാർക്കറ്റിൽ ദൃശ്യമാവുന്നു. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് ആഗോള സാമ്പത്തിക മേഖലയിൽ നിന്നും അതുപോലെ തന്നെ മാർക്കറ്റുകളിൽ നിന്നും ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് വിപണികളിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഈ സ്വർണത്തിൻ്റെ വിലക്കയറ്റം ഇവിടെ നിൽക്കുകയില്ല, ഇത് വീണ്ടും കുതിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. പല ആളുകളും വലിയ ശുഭാപ്തി വിശ്വാസക്കാരായ വ്യാപാരികൾ പറയുന്നത് സ്വർണത്തിൻ്റെ വില ഒരു പവന് അധികം വൈകാതെ അല്ലെങ്കിൽ ഏതാനും വർഷങ്ങൾക്കിടയിൽ 1,00,000 രൂപ എന്ന് പറയുന്ന മാർക്ക് ഭേദിക്കുന്നതിനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ്. ഇനി നമുക്ക് ഇതിനൊരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഇന്ത്യൻ മാർക്കറ്റിൽ വില വർദ്ധിക്കുന്നത്, കേരള മാർക്കറ്റിലും ഇന്ത്യൻ മാർക്കറ്റിലും ഒക്കെ വില വർദ്ധിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആഗോള മാർക്കറ്റിൽ ഉണ്ടായിരിക്കുന്ന സ്വർണത്തിൻ്റെ വിലയിലെ മുന്നേറ്റമാണ്. ഇന്നത്തെ ഒരു ദിവസം നമ്മൾ എടുക്കുമ്പോൾ വില എത്തിയിരിക്കുന്നത് ഒരു ട്രോയ് ഔൺസ് സ്വർണത്തിന്, അതായത് 33 ഗ്രാമിൽ അല്പം കൂടുതൽ വരുന്ന അളവിൽ വരുന്ന ഒരു ട്രോയ് ഔൺസ് സ്വർണത്തിൻ്റെ വില $2,359. കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ള വിലക്കയറ്റം എന്ന് പറയുന്നത് 463%. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ 2024 മാർച്ച് മാസത്തോടു കൂടിയാണ് ഈ തീ പിടിച്ച വിലക്കയറ്റം മാർക്കറ്റിലുണ്ടായിരിക്കുന്നത്. അതിനു മുമ്പ് ഏകദേശം ഏറെക്കുറെ ഒരു ചാഞ്ചാട്ടമുണ്ടെങ്കിലും ഒരു സ്റ്റഡിയായ പാതയിലൂടെ നീങ്ങിയിരുന്ന സ്വർണ്ണ വിപണി മാർച്ചിന് ശേഷം പൊടുന്നനെ ഒരു കുതിക്കുന്ന സ്ഥിതിവിശേഷം കാണുകയാണ് ഉണ്ടായത്. ഈ 2024 മാർച്ചിന് ശേഷം ഈ ഏപ്രിൽ മാസത്തിലേക്ക് എത്തുമ്പോൾ മാത്രം ആ ഒരു മാസത്തിൻ്റെ ഗ്യാപ്പിൽ മാത്രം ഏതാണ്ട് 14% വില ഉയർന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് കണക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ തീ പിടിച്ചൊരു വിലക്കയറ്റം മാർക്കറ്റിൽ തുടരുകയാണ്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് നമുക്ക് ഈ വില അധികം താമസിയാതെ തന്നെ, ഏറെ വൈകാതെ തന്നെ 2,400 എന്ന മാർക്ക്, ഡോളർ എന്ന മാർക്ക് മറികടക്കും. പല ആളുകളും പല വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നത് ഈ വർഷം തന്നെ 2024 തന്നെ അന്താരാഷ്ട്ര മാർക്കറ്റിലെ വില $2,500 മറികടക്കും എന്നാണ് പറയുന്നത്.
അങ്ങനെ പോകുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ തീർച്ചയായിട്ടും ഒരു പവൻ്റെ വില 60,000 രൂപയ്ക്ക് മുകളിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പം അതുകൊണ്ട് ഈ വിലക്കയറ്റം മാർച്ചിന് ശേഷം തുടർച്ചയായി ഉണ്ടാവുകയാണ്. അത് നിലയ്ക്കുന്നില്ല, ഇടയ്ക്ക് ഒരു ഗ്യാപ്പോ അങ്ങനെ ഒന്നും വരുന്നില്ല. തുടർച്ചയായി തന്നെ സ്വർണത്തിൻ്റെ വില രാജ്യാന്തര മാർക്കറ്റിൽ കുതിക്കുകയാണ്. ഇനി നമുക്ക് എന്തുകൊണ്ടാണ് സ്വർണത്തിൻ്റെ വില ഇങ്ങനെ കുതിച്ചു കയറാൻ കാരണം? ഇതിന് പല കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷെ അത് പലതും ക്ലീഷേ കാരണങ്ങളാണ്. കാരണം എപ്പോഴും നമ്മൾ പറയാറുള്ളൊരു കാര്യം, സ്വർണത്തിൻ്റെ നിക്ഷേപം സേഫ് ഹെവൻ, അതായത് സുരക്ഷിതമായൊരു നിക്ഷേപമാണല്ല ഇപ്പോഴും. അപ്പോൾ രാജ്യാന്തര മാർക്കറ്റിൽ എന്തെങ്കിലും രീതിയിലുള്ള അപകടങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള തിരിച്ചടികൾ വരുമ്പോൾ നിക്ഷേപ സ്ഥാപനങ്ങളും കേന്ദ്ര ബാങ്കുകളും അടക്കമുള്ള വലിയ സ്ഥാപനങ്ങളൊക്കെ തന്നെ സ്വർണത്തിലേക്ക് തങ്ങളുടെ നിക്ഷേപം കൂടുതലായി മാറ്റും. ആ സമയത്ത് സ്വർണം ഒരു ദുർലഭമായിട്ടുള്ളൊരു വസ്തു ആയതിനാൽ അതിൻ്റെ മാർക്കറ്റിൽ വില വർദ്ധിക്കും എന്നുള്ളൊരു തിയറി സാധാരണ പറയാറുണ്ട്. ഇപ്പോഴും ഏതാണ്ട് ആ തിയറിയൊക്കെ തന്നെയാണ്, ആ ക്ലീഷേ തിയറിയൊക്കെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് അന്താരാഷ്ട്ര രാഷ്ട്രീയ രംഗത്ത് രാജ്യങ്ങൾ തമ്മിലുള്ള ടെൻഷൻ കൂടുതലായി വരുന്നു. പ്രത്യേകിച്ച് റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് ഇനിയും ഒരു ശമനം ഉണ്ടായിട്ടില്ല. അതോടൊപ്പം തന്നെ ഹൂത്തികളുടെ ആക്രമണം തുടർച്ചയായി നടക്കുന്നു. ഇസ്രായേൽ ഹമാസ് പോരാട്ടം, ഗാസ യുദ്ധം തുടരുകയാണ്. അതിനും ഒരു അവസാനം കാണാനായിട്ടില്ല. ഇതെല്ലാം പല രീതിയിലേക്ക് മാറി ഒരു അന്താരാഷ്ട്ര രംഗത്തൊരു വലിയ ടെൻഷൻ പിടിച്ചൊരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളൊരു നിരീക്ഷണമാണ് സ്വർണത്തിൻ്റെ ഡിമാൻഡ് വർദ്ധിക്കാനുള്ള ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. രണ്ടാമത്, ഈ മാർച്ചിന് ശേഷമുള്ള അത്യപൂർവമായ വിലക്കയറ്റത്തിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് പലിശ നിരക്കുകൾ ആഗോളതലത്തിൽ താഴുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും എന്നാണ്. നേരത്തെ നമ്മൾ കഴിഞ്ഞ ഏതാണ്ട് 1-2 വർഷങ്ങളിൽ കണ്ടത് പലിശ നിരക്ക് ഗണ്യമായി ഉയരുന്നൊരു സ്ഥിതിവിശേഷമാണ്. അമേരിക്കൻ ഫെഡറൽ റിസർവ് പല ഘട്ടങ്ങളിലായി ഏതാണ്ട് 1-1.5% പലിശ നിരക്ക് വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് യൂറോപ്യൻ ബാങ്കുകൾ എല്ലാം തന്നെ പലിശ നിരക്കിൽ വർധന വരുത്തിയുണ്ടായി. ആ പലിശ നിരക്കിൻ്റെ വർധനവിൻ്റെ ഒരു കാലഘട്ടം പിന്നിട്ടിരിക്കുന്നു. ഇനി അങ്ങോട്ട് പലിശ നിരക്ക് താഴുന്നൊരു സ്ഥിതിവിശേഷമുണ്ടാകും. അമേരിക്കൻ ഫെഡറൽ റിസർവ് പലിശ താഴ്ത്തുന്നതിനെ സംബന്ധിച്ച് അധികം താമസിയാതെ ഒരു തീരുമാനമെടുക്കും. മിക്കവാറും ജൂൺ മാസത്തോടുകൂടി അമേരിക്കയിൽ പലിശ നിരക്ക് കുറയാനുള്ളൊരു സാഹചര്യമുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഡോളറിന് കാര്യമായിട്ടുള്ളൊരു ഡിമാൻഡ് ഉണ്ടാവില്ല. ഡോളറിലുള്ള നിക്ഷേപം ഒരു അനാകർഷകമായൊരു രീതിയിലേക്ക് മാറും. അപ്പോൾ സ്വർണമായിരിക്കും ഒരു ഭേദപ്പെട്ട സാധനം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് ആ ഒരു മാറ്റം അവിടെ ദൃശ്യമാവുന്നതാണ് എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇതൊരു ക്ലീഷേ വിശദീകരണങ്ങളാണ്. കാരണം ഈ റഷ്യ ഉക്രൈൻ യുദ്ധം ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, കുറച്ച് നാളായി അവിടെ 1 വർഷത്തിലേറെയായി തുടരുന്നൊരു കാര്യമാണ്. അതുപോലെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ ടെൻഷനും ഇടയ്ക്കിടയ്ക്ക് അത് പൊട്ടിത്തെറിക്കാറുണ്ട്. ഹൂത്തികളുടെ ആക്രമണം ഉണ്ടാവാറുണ്ട്. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് ഈ ഒരു തീവ്രത വന്നു എന്നുള്ളത് ശരിയാണെങ്കിലും ആ ടെൻഷനുമൊക്കെ അവിടെ നിലനിന്നിരുന്നതാണ്. അതുകൊണ്ട് അതൊക്കെയാണ് കാരണം എന്ന് പറയുന്നതിനോട് അത്രയ്ക്കങ്ങ് നമുക്ക് ഒരു ഒറ്റയടിക്ക് വിഴുങ്ങാവുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് അതിനെ വിലയിരുത്താൻ കഴിയില്ല. അമേരിക്കയിൽ പലിശ നിരക്ക് കുറയ്ക്കുന്നത് കൊണ്ട് ഡോളറിൻ്റെ കരുത്ത് പെട്ടെന്ന് ചോർന്നു പോകും, അത് ഡോളർ ഒരു വല്ലാത്ത പതനത്തിലേക്ക് പോകും എന്ന് പറയാവുന്നൊരു സാമ്പത്തിക സാഹചര്യവും ഇന്ന് ലോകത്തില്ല. അപ്പോൾ ഇതിനൊക്കെ അപ്പുറത്ത് ചില നിഗൂഢമായ കാരണങ്ങൾ സ്വർണ്ണ വിപണിയിലെ വിലക്കയറ്റത്തിന് കാരണമാവുന്നുണ്ട്. അതെന്താണെന്ന് ഒരു പക്ഷേ നമുക്ക് കൃത്യമായി വ്യവച്ഛേദിച്ച് അറിയുക എന്നുള്ളത് ദുഷ്കരമായൊരു കാര്യമാണ്. ഏതായാലും ഒരു തരത്തിലുള്ളൊരു ഊഹക്കച്ചവടം, ഇതെങ്ങനെ വലിയ തോതിൽ ഉയർന്നു പോകും എന്നുള്ളൊരു ഊഹവ്യാപാരം ഇതിൻ്റെ ഫ്യൂച്ചേഴ്സ് ട്രേഡിങ്ങിലും മറ്റും നടക്കുന്നുണ്ട് എന്നുള്ളതൊരു സത്യമായൊരു കാര്യമാണ്. അതാണ് മാർച്ചിന് ശേഷം ഉണ്ടായിട്ടുള്ള അടിക്കടിയുള്ളൊരു വിലക്കയറ്റത്തിൻ്റെ സാഹചര്യം എന്ന് പറയുന്നത്. അവിടെ കേവലം ചില സാമ്പത്തിക കാരണങ്ങൾ, രാഷ്ട്രീയ കാരണങ്ങൾ, പലിശ നിരക്ക് താഴ്ത്തുന്ന അടക്കമുള്ള ചില കാരണങ്ങൾ കൊണ്ട് മാത്രം ഒരു മാർക്കറ്റിൽ ഒരു ഉൽപ്പന്നത്തിൻ്റെ വില കൂടുന്നു എന്ന് പറയുന്നത് അവിശ്വസനീയമായൊരു സാഹചര്യമാണ്. മറ്റൊന്നുള്ളത്,
സാധാരണഗതിയിൽ ഓഹരി മാർക്കറ്റിൽ വലിയ തകർച്ചയുണ്ടാകുമ്പോൾ സ്വർണത്തിലേക്ക് നിക്ഷേപം മാറാറുണ്ട്. പക്ഷേ ഓഹരി മാർക്കറ്റ്, ലോകത്തെ മികച്ച ഓഹരി മാർക്കറ്റുകൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവയൊന്നും തകർച്ചയിലല്ല, താരതമ്യേന ഭേദപ്പെട്ട നിലയിലാണ്. ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് എടുക്കുകയാണെങ്കിൽ സെൻസെക്സും നിഫ്റ്റിയും തുടർച്ചയായി ഉയർന്നൊരു സാഹചര്യമാണ് ഏതാനും മാസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ആഗോളതലത്തിൽ വലിയൊരു തകർച്ചയോ ഇടിവോ ഒന്നും നേരിടുന്നില്ല. അതുകൊണ്ട് അത്തരത്തിൽ മറ്റ് നിക്ഷേപ മാർഗങ്ങൾ അനാകർഷകമായതുകൊണ്ട് സ്വർണത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്ന് പറയുന്നതും അത്ര എളുപ്പം നമുക്ക് വഴങ്ങുന്നൊരു വിശദീകരണമായി തോന്നുന്നില്ല. ഏതായാലും വലിയ തോതിൽ വില ഉയരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ പിന്നിൽ ചില നിഗൂഢമായ കാരണങ്ങളുണ്ട്. ക്ലീഷേ ആയിട്ട് സാധാരണ മാധ്യമങ്ങളിലും മറ്റും അവതരിപ്പിക്കപ്പെടുന്ന കാരണങ്ങൾ മാത്രം പോരാ അത് വിശദീകരിക്കുന്നത് എന്നുള്ളതാണ് ഒരു പരമാർത്ഥം എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം സ്വർണം ഒരു അപ്രാപ്യമായൊരു ഉൽപ്പന്നമായി, അപ്രാപ്യമായൊരു നിക്ഷേപ മാർഗമായി മാറുന്നു എന്നുള്ളൊരു വസ്തുതയുണ്ട്. ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം സ്വർണം എന്ന് പറയുന്നത് വളരെ വൈകാരികമായൊരു ബന്ധമുള്ള ഒരു അസറ്റ് തന്നെയാണ്. അതിൻ്റെ വില ഇങ്ങനെ വലിയ തോതിൽ കൂടിക്കൊണ്ടിരിക്കുന്നത് ഒരു വലിയ സമ്മർദ്ദം നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് വിവാഹത്തിന് സ്വർണം നമുക്ക് അനിവാര്യമായൊരു കാര്യമാണ്. അപ്പോൾ അതെല്ലാം കൂടി പരിശോധിക്കുമ്പോൾ വാസ്തവത്തിൽ വില ഉയർന്ന തോതിൽ നിൽക്കുന്നുകൊണ്ട് സ്വർണത്തിൻ്റെ ഒരു വിൽപ്പന പൊതുവെ മന്ദഗതിയിലായിട്ടുണ്ട് എന്നുള്ളതും ഒരു പരമാർത്ഥമാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നൊരു കാര്യം, രാജ്യാന്തര മാർക്കറ്റിൽ സ്വർണത്തിൻ്റെ വില ശക്തമായി തുടരുന്നതിനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ഈ വില ഒരു പക്ഷേ $2,500 എന്ന മാർക്ക് മറികടന്നേക്കാം. ഇന്ത്യയിൽ അത് കേരളത്തിൽ 60,000 രൂപയ്ക്ക് മുകളിലേക്ക് ഒരു പവൻ്റെ വില എത്തുന്നൊരു സാഹചര്യം ഉണ്ടായേക്കാം. ഏതായാലും സ്വർണം നമ്മളെ അതിശയിപ്പിക്കുന്നു, വീണ്ടും വീണ്ടും അതിശയിപ്പിക്കുന്നു. ഇതിൻ്റെ വിശേഷം എല്ലാവർക്കും പ്രത്യേക താല്പര്യമുള്ള ഒന്നാണ്. അതുകൊണ്ട് സ്വർണത്തിൻ്റെ വിലക്കയറ്റം ഒരു ചർച്ചാ വിഷയമാകും. കാരണം ഇത് സ്വർണമാണ്. നന്ദി, നമസ്കാരം.